വാ അമ്മേ. ആ വരുന്നു. അമ്മ ആരെയാ നോക്കുന്നേ? എടി അവൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അവളെ എങ്ങ് വിളിച്ച് ബുദ്ധിമുട്ടിച്ച്? ഈ വണ്ടിയെ പൊക്കൂടെ? അവളുടെ വലിയ വണ്ടിയല്ലേ, എനിക്കപ്പം അതിനകത്ത് ഇരിക്കുമ്പോഴേ ഇതാണെങ്കിൽ കാലൊക്കെ വളച്ച് വെക്കണ്ടേ. അവളാന്ന് തോന്നുന്നു. വാ അമ്മേ. ചേച്ചിയോട് വണ്ടി ഇട്ടിട്ട് ഇതിനകത്ത് കയറാൻ പറ. എന്നാ നീ ആ വണ്ടി ഇട്ടിട്ട് നീ ഫ്രണ്ടിലോട്ട് കയറുവാ. ഞാൻ എന്നാ പോയേക്കുവാ, കറി വെക്കട്ടെ. പിള്ളേരെല്ലാം ഇന്ന് വരും. കിട്ടുന്നില്ലല്ലോ. എന്നാ അമ്മ കിട്ടിയേ? കൊഴുവേം കക്കാറച്ചിയാ. ആ ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എടുക്കുന്നില്ല. അവളിങ്ങ് വന്നോളും. ആ ഇത് എത്ര നേരം നോക്കിയിരിക്കും. ഓ എൻ്റെ എടി ഇരിക്കേ. ഞാൻ ഞാൻ മടുത്ത്. ഇതെന്നാ ചേച്ചി താമസിച്ചേ? വണ്ടിയിലല്ലേ വന്നേ? ഓ ആ വണ്ടിക്ക് പണി, അതിനാണ്ട് ബോക്സിനാണ്ട് കംപ്ലൈൻറ്റ്. ഞാനിപ്പോൾ നടന്നാ വന്നത്. ചേച്ചിക്ക് ഒരു പുതിയ കാർ എടുക്കാൻ മേലെ. പിന്നെ കാറ് എടി കെട്ടിച്ചപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരനാണെന്നും പറഞ്ഞാൽ കെട്ടിച്ചേ. KSRTC ഡ്രൈവർ ആ സാലറിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം സാലറി ഇല്ല. 2-3 മാസം കൂടുമ്പോൾ കിട്ടിയെന്നൊക്കെ പറയാം. ആ ആളോട് ഞാൻ എങ്ങനെയാണ് ഒരു പുതിയ കാറിൻ്റെ കാര്യം പറയുന്നത്? പിന്നെ ഈ എല്ലാ റൂട്ടിലോട്ടും KSRTC ബസ്സുണ്ടല്ലോ. പിന്നെ നടക്കുക, അത് ആരോഗ്യത്തിന് നല്ലതാ. അങ്ങനത്തെ ഒരു പോളിസിയില്ല ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത്. കാപ്പി കുടിക്കുക. ആ ചൂടുണ്ടേ? അതൊക്കെ എൻ്റെ ചേട്ടായി. എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ മതി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറയും ഇനി മഴയത്ത് സ്കൂട്ടറും കൊണ്ട് നടക്കണ്ട, കാർ എടുക്കാമെന്ന്. ആ കാറ് മതി. ഇനി മഴയത്ത് ഇനി നീ സ്കൂട്ടറൊന്നും ഓടിക്കുമൊന്നും വേണ്ട. ആ നിൻ്റെ ബിസിനസ്സുകാരനെ പോലെ അല്ല എൻ്റെ KSRTCക്കാരൻ. ആ മതി 2 പെണ്ണുങ്ങളുടെയും വർത്താനം കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറി. ഞാൻ മീൻ അരച്ച് പരട്ടിയിട്ടുണ്ട്. വറക്കും എന്തെങ്കിലും ചെയ്തേ. കൊഴുവ് ഇട്ടിട്ടുണ്ട്, വാ വറക്കാം. വന്ന് കയറിയപ്പോഴേ പണിയാണല്ലോ. ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, കൊണ്ടുപോകണം. ഇതെന്നാടി വവ്വാല് ഡ്രസ്സോ? ഇത് കഫ്താൻ ടോപ്പ്. ചേട്ടായിക്ക് ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സൊക്കെ ഇടുന്ന ഇഷ്ടം. എന്നോട് നിക്കറൊക്കെ ഇട്ടോളാൻ പറയും. പിന്നെ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എന്തോരം നൈറ്റ് വെറുതെ വീട്ടിലിരിക്കുന്നതെന്ന് അറിയാവോ? ഒന്നും എന്നെ കൊണ്ട് ഇടിയിക്കാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ഒത്തിരി നൈറ്റ് ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ഇനി എനിക്ക് കൊണ്ടാത്താന്നാ. ഈ തുണി മാറാൻ കയറിയിട്ട് പെണ്ണുങ്ങൾ അവിടെ എന്നെ എടുക്കുവാ. എടിയേ, ചേച്ചിയുടെ മുടി നരയ്ക്കുന്നുണ്ടോ? ഓ ആര് നോക്കുന്നത് ഇതൊക്കെ? ചേച്ചിക്ക് വല്ല കളർ ചെയ്തുകൂടെ? എൻ്റെയൊക്കെ ജീവിതം KSRTC ബസ് പോലെ, പൊടി പിടിച്ചാലൊന്നും ആരും ശ്രദ്ധിക്കുകയില്ല. അതൊക്കെ എൻ്റെ ചേട്ടാ. ഇതേ ഈ പിരികത്തേൽ ഒരു ചെറിയ ഇതങ്ങ് മുളച്ചാൽ മതി കൊണ്ടേ അതങ്ങ് ത്രെഡ് ചെയ്തേ, കൈ വാക്സ് ചെയ്തേ, കാല് വാക്സ് ചെയ്തേ, ഒന്നും പറയണ്ട. സ്പാ ചെയ്യുക, അത് ഇത് ചെയ്യുന്നൊക്കെ പറയും. എടി അങ്ങനെയാണെങ്കിലേ എൻ്റെ ഈ നരയും കൂടി ഒന്ന് ചെയ്യാൻ പറ്റുമോടി? ഇനി ഈ പ്രായത്തിലമ്മ ബ്യൂട്ടി പാർലർ നിരങ്ങാൻ പോകുന്നത്. പിന്നെ എനിക്ക് അതിന് മാത്രമുള്ള പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല. എന്നേക്കാൾ പ്രായമുള്ള ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കുന്നു. പിന്നെ വേണ്ട, അല്ലെങ്കിലും അതൊക്കെ ഭയങ്കര കെമിക്കലാ. എനിക്കൊന്നും വേണ്ട. അയ്യടി വാ കഴിക്കാം, വിശക്കൊന്നും എനിക്ക്. വാ ഞാനെന്നാ ഈ ഉടുപ്പൊന്ന് മാറിയിട്ട് വരാം. എന്തേലും കുഴപ്പമാവൂടി? ഒരു കുഴപ്പമില്ലടി. ഞാൻ വീട്ടിൽ അമ്മയോട് പോലും പറയാതെ വന്നേക്കുന്നേ. എടി ഞാൻ 2-3 പ്രാവശ്യം പോയതല്ലേ, അത് സേഫ് സ്ഥലമാണ്, നീ പേടിക്കണ്ട. വേദന എടുക്കും? എവിടുന്ന് ചെറിയ ഉറുമ്പ് നക്കുന്ന വേദന, അത്രേ ഉള്ളൂ. നീ കുറച്ച് ദിവസം ആരും കണ്ണിപ്പെടാതെ നടന്നാ മതി. ആദ്യമായിട്ടല്ലേ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവുന്നതായിരിക്കും പറഞ്ഞേക്കുന്നത് അല്ലേ? എന്നാ അങ്ങനെയല്ല. അയ്യോ വലിച്ചു വീടിയാണെങ്കിൽ തൊലി മൊത്തം എന്നെ പോയിരിക്കുവേ. എനിക്ക് വാക്സ് ചെയ്യണ്ടേ? ചേച്ചി വേദന എടുക്കുവോ? ഇല്ലടി, ചെറിയ ഉറുമ്പ് നക്കുന്ന വേദന, അത്രേ ഉള്ളൂ. ഒരു ഉറുമ്പാണോ? ഒരു കൂട്ട ഉറുമ്പ്. ബെസ്റ്റ്. എന്റെ പൊന്നു പെങ്കൊച്ചെ, ഇവള് പറയുന്ന കേക്കരുത്. ഇതുപോലെ പണ്ട് എന്നെ ഇവള് കൊണ്ട കുഴിച്ചടിക്കാൻ നിൽക്കുക. ഞാൻ എന്റെ ജീവനും കൊണ്ട് ഓടുമായിരുന്നു. എന്നാ പിന്നെ നീ ഒന്ന് കാണിച്ച് വാക്സ് ചെയ്ത്, അതും വേദനിപ്പിക്കാതെ.
അതിനല്ലേ അർബൻ യോഗിന്റെ ഹെയർ റിമൂവൽ ക്രീം സ്പ്രേ. ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റിന് ശേഷം ദാ ഇതുപോലെ ഇങ്ങനെ വടിച്ചിങ്ങ് എടുത്താൽ ഉണ്ടല്ലോ, രോമം മൊത്തം ഇങ്ങ് പോരും. കണ്ടോ, ഫുൾ കയ്യിലെ വേദന ഇല്ലാതെ എടുത്തത് കണ്ടോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പക്ഷെ മറ്റേ പറിച്ചെടുക്കുന്നതായിരുന്നു രസം. കറിയെല്ലാം ആയോ? വേറെ വല്ലതും വേണോ? അമ്മയും കൂടി വാ. ഓ, ഞാനിപ്പോൾ കഴിക്കുന്നൊന്നുമില്ല, എനിക്കിപ്പോൾ വേണ്ട. അന്തസ്. ആന അമ്മ അവക്ക് ഇലയിലും എനിക്ക് പ്ലേറ്റിലും. എടി, അവൾ ഇന്ന് വന്ന് കയറിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇല കഴിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇല കെട്ടി അങ്ങ് വെച്ചതാ. എന്തൂരം കറിയാ. ഞാനിവിടെ വരുമ്പോഴേക്കും ഭയങ്കര പരാധീനകളാണ്. മുളക് പൊട്ടിച്ചതും ഉണക്കമീൻ കറിയൊക്കെ ആയിരിക്കും. ഇവിടെ വരുമ്പം ഇവിടെ മൊത്തം കറികളാണ്. അവൾ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നത്. ഓ, ഞാൻ ഈ അടുത്ത് കിടക്കുന്നതുകൊണ്ടാ അമ്മയ്ക്കും എന്നെ ഒരു വിലയില്ലാത്ത. എപ്പോഴും ഓടി ഓടി വരുമല്ലോ. എടി, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ എപ്പോഴും ഇങ്ങോട്ട് വരണ്ട. ഇതുകൊണ്ട് ഇവള് വരുന്ന പോലെ മാസത്തിലോ 2 മാസം കൂടുമ്പോഴും ഇങ്ങോട്ട് വാ. അതാകുമ്പോൾ ഞാൻ നിനക്കുള്ള ഇഷ്ടമുള്ള സാധനം മൊത്തം ഞാൻ ഈ ടേബിളിലോട്ട് അങ്ങ് നിരത്തിയേക്കാം. മതിയോ? എന്നോടാ അമ്മയ്ക്ക് ഇഷ്ടം കേട്ടോ. അല്ലേലും അമ്മയ്ക്ക് ചെറുപ്പം പോലെ കുറച്ച് പക്ഷാഭേദം കൂടാണ് ഞങ്ങളുടെ അടുത്ത്. ഓ, ഞാൻ ഇവിടെ ഇരുന്നാലേ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോവാം അവളെ. ഞാൻ പോവാം. ചേച്ചിക്ക് എന്നാത്തിൻ്റെ കേടാ? ഞാൻ വിളിച്ചിട്ട് എത്ര നേരമാടി, ചുമച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. എന്നാ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്തോ ഒരു ചുമയാണോ. എന്നാ വാ പോവാം. അവള് വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല. നീ ആരെടി കിടന്ന് വിളിക്കുന്നേ? ബിൻസിയെ? യോടി, അവളെ ഒന്നും വിളിച്ച് വരുത്തണ്ട. നീ ആണെങ്കിലും ഈ വണ്ടിയിലൊന്ന് എന്നെ കൊണ്ടുപോയാൽ മതി. അമ്മ എൻ്റെ ഈ കുറഞ്ഞ വണ്ടിയെ കയറുവോ? ഇതിനകത്ത് കയറാൻ ബുദ്ധിമുട്ടല്ലേ. അവളുടെ വണ്ടിയാകുമ്പോൾ വിസ്തരിച്ചിരുന്ന് അങ്ങ് ആശുപത്രി പോകാമല്ലോ.